ഹായ് ഹലോ. അങ്ങനെ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന ടൈമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം 3 PM ആയി. ഇത് ഫിൻലാൻഡിലെ ചെറിയൊരു മുനിസിപ്പാലിറ്റിയാണ്. ഫിൻലാൻഡിൻ്റെ സൗത്തേൺ പാർട്ടായിട്ട് വരും. ഫിൻലാൻഡ് എന്ന് കേൾക്കുമ്പോൾ ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്ലൈമറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇവിടെ വിൻ്റർ സീസണാണ്. വിൻ്റർ സീസൺ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ടു മാർച്ചാണ്. ഞങ്ങൾ വിചാരിച്ചു ഡെയിലി സ്നോഫോളൊക്കെ ആയിരിക്കുന്നു. അങ്ങനെ ഡെയിലി സ്നോഫോളൊന്നും ഇല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ സ്നോഫോൾ, ചില ദിവസങ്ങളിൽ റെയിൻഫോൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. ചില ദിവസങ്ങളിൽ രണ്ടും കാണത്തില്ല. ഇത് 1 ഡേ വന്ന സ്നോഫോളാണ് കേട്ടോ. അപ്പോൾ ഡെയിലി സ്നോഫോൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് തന്നെ ഡെയിലി സ്നോഫോളൊന്നുമില്ല. പിന്നെ നമുക്ക് നടക്കാൻ കുറച്ച് പാടായിരിക്കും. റെയിൻഫോൾ വന്നു കഴിയുമ്പോൾ ഈ ഐസെല്ലാം കൂടെ മെൽറ്റായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തണുപ്പ് നമുക്ക് മാനേജ് ചെയ്യാം. 2-3 ഡ്രസ്സും ജാക്കറ്റും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് തണുപ്പ് നമുക്ക് ഓക്കെയാണ്. പിന്നെ നമുക്ക് വർക്ക് പ്ലേസിലോട്ട് 1.2 കിലോമീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പം സ്നോഫോൾ കാരണം സൈക്കിളും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി നടന്നാണ് പോകുന്നത്. ഇത് ഞങ്ങളുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ വന്നതിലൂടെ ഈ ഒരു മുനിസിപ്പാലിറ്റിയിൽ നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നമുക്കതിൽ നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് സിറ്റി സൈഡിലോട്ട് പോകണമെങ്കിലും യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണമെങ്കിലും എല്ലാം ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പോകുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ്. 100% സേഫാണ്. നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. 100% സേഫ് ആയതുകൊണ്ട് തന്നെ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നല്ലേ ഫിൻലാൻഡിനെ അറിയപ്പെടുന്നത്. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരി, ഇനി ഒരു വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.